ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നും ഞാനൊരു നോമ്പുത്തറയുടെ വിശേഷമായിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് തിങ്കളാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാലും ഇത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം സൺഡേ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇത്തിരി ഹെവി ആയിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡിൽ ഫസ്റ്റ് നിൽക്കുന്നതാണ് ബിരിയാണി. അതും കോയമ്പത്തൂർ ബിരിയാണി എന്നും റാവുത്തർ ബിരിയാണി എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഇത് ഞാൻ ചെറുപ്പം മുതലേ കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ്. എൻ്റെ ഫാമിലിയിൽ ഈ ഒരു ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ആൻറ്റിയാണ്. അപ്പം എപ്പോഴും ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അത്രയ്ക്ക് നന്നാവുമോ എന്നറിയില്ല, എന്നാലും ഞാനും ഇതും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ബിരിയാണിക്ക് മസാല നന്നായിട്ട് കൂടുതൽ ചേർക്കും. അപ്പം അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും. അതും ഒരു വെറൈറ്റി മസാലയാണ് കേട്ടോ. ഞാനിവിടെ 3/4 കിലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ 6-7 മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞ ശേഷം പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 തക്കാളി, ഒരു 10-15 ചെറുള്ളി, അതേപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് എടുക്കാം കേട്ടോ. എനിക്ക് നോമ്പായതുകൊണ്ട് നമുക്ക് നോക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ പാനിലോട്ട് ഇടുന്നത്. പാനിൽ ഓൾറെഡി 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗീയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതൊക്കെ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് വഴഞ്ഞ് കിട്ടണം. വഴഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു പിടി വീതം മല്ലിയില പുതിനയില ഇത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതും ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല, ബീഫോ അല്ലെങ്കിൽ ആടൊക്കെ ആണെങ്കിൽ മീറ്റ് മസാല കേട്ടോ. അപ്പം ഞാനിവിടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കണത്. അപ്പം 3/4 കിലോ തന്നെ ബീഫ് പീസ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതിലോട്ട് ഒഴിക്കാൻ കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ അരി ഇടേണ്ടത്. അപ്പം ഇപ്പം നമ്മൾ ബീഫും അതിൻ്റെ നെയ്യൊക്കെ കൂടിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ അതിൽ 1-2 കപ്പോളം വെള്ളമുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ ഞാൻ മറന്നിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മളിതിൽക്ക് മോര് കുറച്ച് ഒഴിക്കണം. ഒരു 1/2 കപ്പ് മോര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പം ഓൾറെഡി നമ്മൾ ബീഫ് ഒഴിച്ചപ്പോൾ അതിൽ ഒരു 1-2 കപ്പ് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ തിള വരുമ്പോഴാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. അരി ഓൾറെഡി കഴുകിയിട്ട് വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി ഒന്ന് അടച്ചു വെച്ച ശേഷം പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ആകുമ്പോഴത്തേനും, 1/2 മണിക്കൂറൊന്നും വേണ്ട തോന്നുന്നു, എത്ര ടൈമൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് നല്ല കട്ട വെയിറ്റിംഗ് ആണ്. നോമ്പായതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ സെറ്റ് ആവുമോ അങ്ങനെയൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉപ്പും മുളകൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒക്കെ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്ത് ഫുഡ് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടൈം വേണം. ഞാൻ ഉച്ചയ്ക്ക് 1:30 ഇരുന്നതാണ് കേട്ടോ അതിൽ അരിയാനും പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി കഴിയുമ്പോഴത്തേനും 6 മണി ആയിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയതുകൊണ്ട് ഇന്ന് വേറെ സ്പെഷ്യലായിട്ട് വറുത്തതും പൊരിച്ചതും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സലാഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അതും ഈ കസ്റ്റാർഡ് പൗഡർ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് മേടിച്ച് വെച്ചാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് ഒരു വട്ടം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി, പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പം ഞാൻ എടുത്ത് വലിച്ചെറിയാൻ വേണ്ടി നിന്നായിരുന്നു. നോക്കുമ്പോൾ ഇതിന് 2026 വരെ ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ആ കസ്റ്റാർഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് 500 ml പാലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് തന്നെ കുറച്ച് പാലെടുത്തിട്ട് അതിൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിക്കുകയാണ്. ഇത്തിരി കാലപ്പഴക്കമുള്ള കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് കട്ടിയായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിയായാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റ, ടേക്ക് കെയർ.